ഓക്കെ, രാമസിംഹൻജി, അങ്ങ് മുസ്ലിമായിട്ട് അങ്ങ് പിറവിയെടുത്തു. അതിൽ കുറച്ച് ഒരുപാട് വർഷത്തോളം ജീവിച്ചു. അതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം തന്നെ കൃത്യമായിട്ടും അതിലെ തിന്മകൾക്കെതിരെ പടപൊരുതാൻ വേണ്ടി ഇപ്പോൾ ഹിന്ദു ആ ഒരു സംസ്കാരത്തിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ പേര് തന്നെ രാമസിംഹൻ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് ഇതിൽ കൂടുതൽ പറയാൻ പറ്റും. കാരണം നമ്മൾക്കറിയാം, ഇത് ക്രിസ്ത്യാനിറ്റി ആയാലും ഇസ്ലാം ആണെങ്കിലും ഈ ഇസങ്ങളൊക്കെ ഇവിടെ വന്നതിന് എത്രത്തോളം മുൻപ് നമ്മുടെ ഈ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന്റെ ആ ഒരു ചരിത്രമുണ്ട് എന്നുള്ളതും, അതിനുശേഷം എങ്ങനെയാണ് ഈ വാപുരൻ വാവറായി മാറിയതും, അന്ന് വാവര് നട പിന്നീട് ഇപ്പോൾ വാവര് പള്ളിയായി മാറിയിരിക്കുന്നു. അത്തരത്തിൽ അയ്യപ്പ സ്വാമിയെ കാണുന്നതിന് മുൻപ് തന്നെ ഈ വൃതം മുറിയുന്ന രീതിയിലേക്ക്, ആ വൃതം മുറിയുന്ന രീതിയിലേക്ക് ഇന്ന് അയ്യപ്പന്മാരെ കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കണ്ടതാണ്. നിലയ്ക്കൽ സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. കുമ്മനം രാജശേഖരജി അടക്കമുള്ള, അതല്ലെങ്കിൽ സത്യാനന്ദ സരസ്വതി സ്വാമി അടക്കമുള്ള ആളുകളുടെ ആ ഒരു ത്യാഗോജ്ജല പോരാട്ടം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നിലയ്ക്കലുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു കടന്നുകയറ്റമൊക്കെ തട്ടിത്തെറിപ്പിച്ചതൊക്കെ, ധീരോദാത്തമായ സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, അധിനിവേശ ശക്തികൾ കടന്നു വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഈ ഹിന്ദു സംസ്കാരങ്ങളായിക്കോട്ടെ, ക്ഷേത്ര സംസ്കാരമായിക്കോട്ടെ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അമൂല്യ അറിവിന്റെ നിറകുടങ്ങൾ ഇതൊക്കെ നശിപ്പിച്ചിട്ടുള്ളതൊക്കെ ഒരുപാട് നമ്മൾക്ക് ഉദാഹരണമായിട്ട് തക്ഷശിലയായാലും ഇതൊക്കെ നളന്ദയായാലും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരത്തിൽ ഇതും അവരുടെ ഒരു അജണ്ട തന്നെയായിരുന്നില്ലേ? അജണ്ടയായിരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് വിഗ്രഹാരാധന, അതല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികളായ ഇവർക്ക് എങ്ങനെയാണ് ഈ വാവർ പള്ളി വരികയും അവിടെ ഹിന്ദുക്കളുടെ കാശ് സ്വീകരിക്കുകയും അവിടെ ഭസ്മ വിതരണം നടത്തുകയും അവിടെ തൊഴുകുകയും ഈ ഒരു സിസ്റ്റം ഒക്കെ വന്നതിന് എങ്ങനെയാണ് ഇതിൽ ജനിച്ച് ജീവിച്ച് വന്ന അങ്ങയുടെ ആ ഒരു നിരീക്ഷണം എങ്ങനെ വരുന്നത്? നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത് ഇസ്ലാം എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കണം. ഇസ്ലാമിന്റെ തുടക്കം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലാണെന്ന് നമുക്ക് പറയാം. സൗദി അറേബ്യയിൽ എങ്ങനെയാണ് മെക്ക എന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ 360ഓളം ബിംബങ്ങൾ, ആ ബിംബങ്ങളെ മുൻപ് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹത്തിന്റെ പേരെടുത്തുകൊണ്ട് വിഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇസ്ലാം പിറവിയെടുക്കുന്നത് തന്നെ. അങ്ങനെ പിറവിയെടുത്ത ഇസ്ലാമിന് ഒരു വിഗ്രഹത്തെയും അനുകൂലിക്കാൻ പറ്റില്ല, അത് ശിർക്കാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ച് അമ്മയെ റേപ്പ് ചെയ്താൽ ദൈവം പുറത്തു കൊടുക്കും, അമ്മയെ റേപ്പ് ചെയ്താൽ ദൈവം പുറത്തു കൊടുക്കും. പക്ഷെ ഒരു ബിംബത്തെ വണങ്ങിയാൽ അവനെ പൊറുക്കൽ എന്ന്, അല്ലെങ്കിൽ അവനോട് ക്ഷമിക്കൽ എന്ന ഒരു വ്യവസ്ഥ ഇസ്ലാമിനില്ല. അവൻ നിത്യ നരകത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് ചെന്ന് എത്തിപ്പെടുന്നത് ഇസ്ലാം പറയുന്നു. ഈ വാവര് ക്ഷേത്രം എന്ന് നമ്മൾ നേരത്തെ വാവര് നട എന്ന് പറയുന്നത്, വാവർക്ക് ക്ഷേത്രം പണിതു എന്നുള്ളതാണ് പറഞ്ഞത്. വാവര് അത് വാപുരനായിരുന്നു എന്നുള്ളത് സ്വാമിജി പറഞ്ഞു. അപ്പൊ ഒരു ക്ഷേത്ര സങ്കല്പത്തിന് മുമ്പ് ക്ഷേത്രത്തിന് എതിരായിട്ടുള്ള, ക്ഷേത്രത്തെ നിരാകരിക്കുന്ന, ബിംബങ്ങളെ നിരാകരിക്കുന്ന, ആ വ്യവസ്ഥയെ സ്വന്തം അമ്മയെ പ്രാപിക്കുന്നതിനേക്കാളും മിളച്ചമായിട്ട് കരുതുന്ന ഒരു സമൂഹം അംഗീകരിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. ഇനി വേണ്ട, ശബരിമലയിലെ പ്രസാദം ഈ വാവര് പള്ളിയിലെ ഖാദി കഴിക്കുമോ? ശബരിമലയിലെ പ്രസാദം കൊണ്ടുപോയി ഈ വാവര് പള്ളിയിലെ മൂല്യാർക്ക് കൊടുക്കുക, ഇത് അയ്യപ്പനാടിയ നെയ്യാണ്, ഇതൊന്ന് കഴിക്കാവോ എന്ന് ചോദിച്ച വിവരാണ്. അങ്ങനെ ചോദിച്ച അപ്പ വിവരാണ്. അതാണ് യഥാർത്ഥ വസ്തുത. ഇപ്പൊ നമ്മള് അയ്യപ്പനെ കണ്ടത് എങ്ങനെയാണ്? അയ്യപ്പനെ കണ്ടത് നമ്മൾ സിനിമയിലൂടെയാണ്. അപ്പൊ അവരെ കാണിക്കുന്നു, അങ്ങനെയാണ് നമ്മൾ പഠിച്ച ചരിത്രം. ഈ വാപുരൻ എന്നുള്ളത് ചരിത്രപരമായിട്ട് നിലനിന്നിരുന്ന ഒരു സങ്കല്പം, അല്ലെങ്കിൽ അയ്യപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നത് വാപുരനാണ്, അത് വാവരല്ല. പിന്നെ ചരിത്രം പറയുന്നു, ഈ അതായത് ഈ അയ്യപ്പന് 200 വർഷത്തിന് ശേഷമാണ് വാവരുടെ ഈ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ഈ ശബരിമല ഭാഗത്തേക്ക് കുടിയേറിയിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പൊ 200 വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ മുസ്ലിംസിന്റെ ഒരു വരവുണ്ടാവുന്നത്. നമുക്കൊന്നും ചരിത്രപരമായി വ്യക്തമായിട്ടുള്ള അറിവില്ല. ഒന്നത് ഈ ശാസ്ത്രം പാട്ട് എന്ന് പറയുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളിൽ അതിൽ വാവരെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കണം, ഈ അതായത് ഏറ്റവും കഠിനമായിട്ട്
ഹൈന്ദവരെ അല്ലെങ്കിൽ ബിംബാരാധകരെ യഹൂദന്മാരെ കൊന്ന് ഇല്ലായ്മ ചെയ്തിട്ട് നേരിട്ടാണ് ആ സമയത്താണ് ഇന്ത്യയിലും ഇസ്ലാം പ്രവേശിക്കുന്നത്. അപ്പൊ അത്രയും ശക്തമായ രൂഢമായ വിശ്വാസത്തോടു കൂടി വരുന്ന ഒരു മുസൽമാൻ, മുസ്ലിമാണ്, അങ്ങനെ തന്നെ മുസ്ലിം വേണം, കാരണം അന്ന് സ്ട്രോങ് ആയിട്ട് വരുന്ന ആ മുസൽമാൻ ഈ ബിംബത്തെ അതല്ലെങ്കിൽ ഈ പറയുന്ന ഹൈന്ദവ ദൈവ സങ്കല്പത്തെ അംഗീകരിക്കും? ഒരിക്കലും അംഗീകരിക്കാനൊരു സാധ്യതയില്ല. അവർക്ക് ക്ഷേത്ര സംബന്ധിയായിട്ട് അല്ലെങ്കിൽ ഈ പൂജാ ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത് പോലും നിഷിദ്ധമാണ്. അപ്പോ ആ സങ്കല്പം എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. നേരത്തെ പറഞ്ഞ് നമുക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞുനാളില്, അതായത് എനിക്കൊരു 3 വയസ്സ് 4 വയസ്സുള്ളപ്പോഴാണ് അയ്യപ്പന്മാരെ കാണുന്നത്. അന്ന് ശബരിമലയ്ക്ക് പോകുമ്പോൾ വീട്ടുകാർ നെഞ്ചത്തടിച്ച് കരയും. ഒരാൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ, കാരണം പോകുന്നതിൽ പകുതി പോലും തിരിച്ചു വരില്ല, പുലി പിടിച്ചു പോകും. അന്ന് പുലി പിടിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുന്ന വളരെ ചുരുക്കം പേരാണ്. അതും ഈ പറഞ്ഞ കർണാടകയിൽ നിന്നൊക്കെ നടന്ന്. അപ്പൊ എന്റെ വീട്ടില് എന്റെ ഈ കാപ്പി ഉണക്കുന്ന കളത്തിലാണ് അവരൊന്ന് ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ത്രീകളൊന്നും പുറത്തിറങ്ങില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വളരെ ചുരുക്കം പേരാണ് അന്ന് ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഈ അവരും ഇതൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ശബരിമലയ്ക്ക് എന്നാണ് ഈ പ്രശസ്തി ഉണ്ടാകുന്നതും ശബരിമലയിലേക്ക് ആൾക്കാർ ഓടി വന്ന്, ശരിക്കും പറഞ്ഞാല് എം.എൻ. നമ്പ്യാരൊക്കെയാണ് അതിന് കാരണം. നമ്മളെ പഴയ തമിഴ്നാടൻ എം.എൻ. നമ്പ്യാരാണ് നടപ്പന്തലിന്റെ തുടക്കം കുറിച്ചെന്നുള്ളതാണ് എന്റെ ഒരു ചെറിയ അറിവ് കിട്ടിയത്. എം.എൻ. നമ്പ്യാർ അവിടെ വന്നു. പിന്നീട് തമിഴ്നാട്ടിൽ ധാരാളം സിനിമക്കാർ വന്നു. അതേപോലെ തന്നെ കർണാടകയിൽ നിന്ന് വന്നു, തെലുങ്കിൽ നിന്ന് വന്നു. അങ്ങനെയാണ് പിന്നീട് വളരെ കുറച്ച് നാടുകളായിട്ടുള്ള ശബരിമല ഈ രീതിയിൽ വികസിച്ചിട്ട് ഇത്രയും ഈ കോടിക്കണക്കിന് ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. അപ്പൊ അന്നൊന്നും വാവർക്ക് ഈ പറയുന്ന പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വാവർക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. ഞാൻ അവിടെ തേങ്ങ അടിക്കുന്നു, അവിടെ തേങ്ങയുടെ വരുമാനം, നേർച്ച വരുമാനം, ഇതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ വാവരെ പൊന്തിച്ചു വെക്കുന്ന ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞു, എനിക്ക് സങ്കടകരമായി തോന്നിയാണ്. അത് വേണ്ടത്ര ആരും പറഞ്ഞില്ല. പിണറായി വിജയൻ നടക്കൽ പോയിരുന്നല്ലോ ഒരിക്കലും. അപ്പൊ നമ്മൾ ടി വിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഹയനെ എന്തെങ്കിലും ഒന്നിങ്ങനെ കയ്യിക്കാൻ അറിയാതെ അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒന്ന് പൊന്തുമോ എന്ന് കൊതിച്ചു നിന്നപ്പോഴും ഈ മനുഷ്യൻ അങ്ങോട്ട് നോക്കിയില്ല, ഹുണ്ടിയിലേക്ക് നോക്കി നിന്ന്. ഹുണ്ടി വലിയ ഹുണ്ടിയാണ്. ആ ഹുണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കി നിന്ന് പ്രസാദം കൊണ്ടു കൊടുത്തപ്പോ വാങ്ങിയില്ല, പിണറായി വിജയൻ വാങ്ങിയില്ല. അതേ പിണറായി വിജയൻ ഇപ്പുറത്ത് വന്നിട്ട് വാവര് ഇറക്കി നിന്നിട്ട് പ്രസാദം മേടിച്ച് തിന്നിട്ട് നല്ല രുചിയിട്ട് കുറച്ചും കൂടി തരാൻ പോകുന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രി അവിടെ ചെന്നിട്ട് എന്താ ചെയ്തത്? നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കുറച്ച് തീർത്ഥം കൊണ്ട് കൈ കഴുകി. ഞാനൊക്കെ നമുക്കൊന്ന് ഞാനവിടെ പോയിട്ട് ഈ കരിമല വഴി ഞാൻ ഈ കഷ്ടപ്പെട്ട് ചെന്നിട്ട് അയ്യപ്പന്റെ മുമ്പിൽ ഒന്ന് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ചെന്ന് സ്വാമിയെന്ന് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ തട്ടിമാറ്റും. ഒരു സെക്കൻഡിന്റെ ഒരു അംശമാണ് നമുക്ക് ആ നടക്കൽ കിട്ടുന്നത്. ഈ മന്ത്രിമാർ അവിടെ പോയി ആ നടക്കൽ നിന്നിട്ട് തിരിഞ്ഞു നോക്കാതെ പ്രസാദം വാങ്ങാതെ തീർത്ഥം വാങ്ങി കൈ കഴുകിയ ഒരു കാഴ്ചയുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന ഈ വാവരും ഈ പറയുന്ന മതേതരത്വം ഒരു പാലാണല്ലോ. ഇങ്ങോട്ടില്ല, അങ്ങോട്ട് മാത്രം കയറുന്ന ഒരു പാല, ഹിന്ദുവിന്റെ നെഞ്ചി കുത്തിയ ഒരു വാളാണ് ഇപ്പൊ മതേതരത്വം. മറ്റുള്ളവർക്കൊന്നും അത് ബാധകമല്ല, ഹിന്ദുവിന് മാത്രമേ മതേതരത്വം ബാധകമുള്ളൂ. അപ്പൊ ഇത് നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ അവിടെ ഒരു കച്ചവട കേന്ദ്രമായിട്ടുണ്ട്, മെക്ക പോലെ. അങ്ങനെ ആവിക്കൊണ്ടാണ് വാവര് വന്ന് ഈ അയ്യപ്പനെക്കാളും വളരും വാവര്. കാരണം വാവർക്ക് വരുന്ന വാവരുടെ പള്ളിയിലേക്ക് വരുന്ന ഒരു തുണ്ടിന് പോലും കണക്ക് ആരും ചോദിക്കില്ല, അത് സർക്കാരിലേക്ക് എടുക്കില്ല. അങ്ങനെ അവിടെ വരുന്നത് മുഴുവൻ പള്ളിക്ക് ഉപയോഗിക്കാം, പള്ളി വലുതാക്കാം, ശബരിമലയേക്കാളും വലുതാവും. അവസാനം ഇന്ന് കായബയിലേക്ക് പോകുന്ന ഭാര്യ നാളെ ബാബരി പള്ളിയിലേക്ക് മാത്രമായി തീർത്ഥാടനം വരാം. അങ്ങനെ തീർത്ഥാടനം വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അയ്യപ്പന്റെ ബലം കുറയണം.
അയ്യപ്പന്റെ ബലം കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പൂങ്കാവനത്തിൽ കുരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം, അവിടെ ഏറ്റവും കൂടുതൽ കച്ചവടക്കാര് മുസ്ലിങ്ങളാണ്, അത് നമ്മൾ കണ്ടു. അപ്പൊ ഇപ്പൊ മതേതരത്വത്തിന്റെ സിക്തഫലാണ്. അവിടെ വേണമെങ്കിൽ മീൻ പൊരിക്കാം. ഈ നേരത്തെ പറഞ്ഞ ബാബരി പള്ളിയുടെ ചുറ്റും മാംസം തൂക്കിയിട്ടുണ്ട്, മാംസ കച്ചവടമുണ്ട്. അപ്പൊ ഈ സ്വാമിജി പറഞ്ഞ പോലെ 41 ദിവസത്തെ കട്ട വ്രതമെടുത്ത് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, വൈകുന്നേരം കുളിച്ചു, ഭജന പാടി, അങ്ങനെ 41 ദിവസം കഷ്ടപ്പെട്ട് എരുമേലിയിൽ എത്തുമ്പോൾ ഇത് തകർത്ത് പൊളിച്ചിട്ടാണ് പിന്നെ പോകുന്നത്. അതായത് ഒരു ബിംബാരാധകനെ കണ്ടാൽ ഇടത്തുനിന്നും വലത്തുനിന്നും വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞ ഒരു സംസ്കാരത്തിന്റെ മുമ്പിൽ പോയിട്ടാണ് ദൈവമേ എന്ന് വിളിക്കുന്നത്. അവിടെ ചെന്ന് ആരെ വിളിക്കുന്നത്? തത്വമസി എന്ന് പറയുന്നത് നമ്മള് അദ്വൈതാണല്ലോ. ഈ അദ്വൈത സിദ്ധാന്തമാണ് ശബരിമലയുടെ ഏറ്റവും വലിയ ഇത്. അവിടെ ദ്വൈതത്തിലേക്ക് മാറുകയാണ്. നമ്മൾ വാവര് പള്ളിയിൽ എത്തുമ്പോ അത് ദ്വൈതത്തിലേക്ക് മാറി, അദ്വൈതം പോയി. പിന്നെ നമ്മൾ തത്വമസി പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവിടെ വേറൊരു അത് അള്ളാഹുവിന്റെ പള്ളിയാണ്, അയ്യപ്പന്റെ പള്ളിയല്ല. അത് മനസ്സിലാക്കണം. ലോകത്ത് അള്ളാഹുവിനല്ലാതെ മുസ്ലിം പള്ളിയില്ല, അള്ളാഹുവിന്റെ പള്ളിയാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ അള്ളാഹുവിന്റെ നിയമമാണ്, യാതൊരു സംശയവും വേണ്ട. അള്ളാഹുവിന്റെ നിയമമാണ്. അവിടെ ഒരു കോഴിയെ കഴുത്തി പിടിച്ച് കൊല്ലാൻ സമ്മതിക്കുവോ? ബിസ്മി കൂട്ടി തന്നെ അറക്കണം. ബിസ്മി കൂട്ടി അറത്ത് ബിസ്മി കൂട്ടി തിന്നണം. അതാണ് പള്ളിയിലെ നിയമം. അപ്പോ ഈ തികച്ചും വ്യത്യസ്തമായ രണ്ട് ധാരകൾ നമുക്ക് മതേതരത്വം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടും അംഗീകരിക്കട്ടെ. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രസാദം അയ്യപ്പന്റെ പ്രസാദം അവർ കഴിക്കില്ല. അവരുണ്ടാക്കുന്ന പ്രസാദം ഹലാലായിരിക്കണം, ഹറാമാവാൻ പാടില്ല. അപ്പൊ അവിടെ ചെന്ന് കിട്ടുന്ന പ്രസാദം ഹറാമാ അല്ല, ഹലാലാണ്. നമ്മളെ തികച്ചും അതായത് നമ്മൾ കൊണ്ടുപോകുന്ന വിശ്വാസ പ്രമാണങ്ങൾ മുഴുവനും അവിടെ ഇല്ലാതാവുകയാണ്. നമ്മുടെ ഇരുമുടിക്കെട്ടിനകത്തെന്താ നമ്മൾ കൊണ്ടുപോകുന്നത്? നമ്മുടെ കുടുംബം നെയ്തെടുത്ത് തരുമ്പോൾ അവരെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആ കുടുംബത്തിന് നമ്മുടെ കുടുംബത്തിന് ചിലപ്പോൾ അയൽവക്കാരൊക്കെ നമ്മുടെ തലയിലുണ്ട്, അതിനെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. തികച്ചും വ്യത്യസ്തമായ സങ്കല്പം. അപ്പൊ നമ്മൾ ഏത് സങ്കല്പത്തിലേക്കാണോ പോകുന്നത് ആ സങ്കല്പം ശരിക്കും പറഞ്ഞാൽ അവിടെ ഉടയുന്നുണ്ട്. എനിക്കിത് നേരത്തെ അറിയില്ലായിരുന്നു. ഞാൻ മുസൽമാനായിരുന്നപ്പോഴാണ് ശബരിമലയ്ക്ക് പോയത്. പിന്നീടാണ് ഞാൻ ഈ ദ്വൈതത്തിൽ മാറി അദ്വൈതത്തിലേക്ക് മാറിയത്. അദ്വൈത സിദ്ധാന്തത്തെ എത്തിയപ്പോഴാണ് ഇതല്ല സത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല, ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഹിന്ദുവിന് വ്യത്യസ്തമായ വിചാരധാരകളുണ്ട്, വ്യത്യസ്തമായ ആരാധനാക്രമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നിലേക്ക് വന്നു ചേരുന്നുള്ളൂ. പക്ഷെ ഒരിക്കലും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരു വിശ്വാസ പ്രമാണമാണ് ഇസ്ലാമിൻ്റെത്. ഒരു ഹിന്ദുവിനെയും ഒരു കാലത്തും അവർ അംഗീകരിക്കില്ല, ഒരു ക്രിസ്ത്യാനിയെയോ ഒരു യഹൂദനെ അന്വേഷിക്കില്ല. കാരണം എന്താ? ഏക ഇലാഹായ അള്ളാഹു മാത്രമാണ് ശരി. അവിടെ വിളിക്കുന്ന എന്താ? ഈ പറയുന്ന വാവൂര് പള്ളിയിൽ വിളിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന്റെ അർത്ഥം എന്താ? തീർന്നില്ലേ അയ്യപ്പൻ? അവിടെ തന്നെ അയ്യപ്പൻ തീർന്നു. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നാണ് അവിടെ വിളിച്ചു പറയുന്നത്. നമ്മൾ അയ്യപ്പനെ കാണാനാണ് പോകുന്നത്. അതിന്റെ വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പറയുന്ന വാവര് പള്ളിയിൽ 5 നേരം അള്ളാഹു മാത്രമാണ് ഇലാഹ്, അയ്യപ്പൻ ഇലാഹേ അല്ല. അയ്യപ്പൻ ശിർക്കാണെന്നാണ് വിളിച്ചു പറയുന്നത്. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനായ മുഹമ്മദ് മാത്രമാണ് ശരി, ബാക്കി എല്ലാം തെറ്റാണ്, ശിർക്കാണ് എന്ന് വിളിച്ചു പറയുന്നിടത്താണ് സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് പറയുന്നത്. നമ്മള് എന്തൊരു ഘോഷക്കാന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഹിന്ദുവിനെ ബോധ്യപ്പെടുത്തണം. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് ഹിന്ദുവിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. വാവരല്ല വാപുരൻ എന്നുള്ള ബോധ്യം കൊണ്ടുവരിക. വാവരല്ല വാപുരൻ. സ്വാമിജി പറഞ്ഞാൽ ഞാൻ ഇന്ന് വൈകിട്ടും ചിന്തിച്ചത്, നിങ്ങൾ വിളിച്ചപ്പോൾ അവിടെ എന്തുകൊണ്ടൊരു ക്ഷേത്രം വാപുര ക്ഷേത്രം ഉണ്ടാക്കിക്കൂടാ?
അങ്ങനെ ഉണ്ടാക്കിയ തീർന്നു. ഒരു ബാബുര ക്ഷേത്രം പിന്നെ ബോധ്യപ്പെടുത്തണം ഈ രണ്ട് വിചാരധാരയും ഒരുമിച്ച് പോകുന്നതല്ല. അങ്ങനെ വിചാരധാര ഒരുമിച്ച് പോകണമെങ്കിൽ അവിടെ 5 നേരം വിളിക്കുന്ന വിളി നിർത്തണം. അല്ലാഹു അക്ബർ, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന വാചകങ്ങൾ ആ പള്ളിയിൽ കേൾക്കാൻ പാടില്ല. കാരണം നമ്മൾ അയ്യപ്പൻ ഉണ്ടെന്നാ പറയുന്നത്, അവര് അയ്യപ്പൻ ഇല്ല എന്നാ പറയുന്നത്. ശാസ്താവില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നിടത്ത് ശാസ്താവിനെ കാണാൻ പോകുന്നവർക്ക് എന്ത് കാര്യം? അത് ആ ഒരു ബോധം ആർക്കുണ്ടാക്കി കൊടുക്കണം. എന്താണ് അടിസ്ഥാനപരമായ ഇസ്ലാം? ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം എന്താണ്? ആ ഇസ്ലാമിൽ ഹിന്ദു ഏത് ഭാഗത്ത് നിൽക്കുന്നു? ഹിന്ദു മതം എന്ന് പറയുന്നത് ഇസ്ലാമുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ കൂട്ടിച്ചേരാൻ പറ്റുമോ? പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. അവര് സ്വാമിയെ സേതം അയ്യപ്പൻ എന്ന് വിളിക്കാനും കുഴപ്പമില്ല. ആ പള്ളിക്കകത്ത് അയ്യപ്പന്റെ ഫോട്ടോ വെച്ചാൽ കുഴപ്പമില്ല, അതും ശരിയാകും. ഒന്നും വേണം ശ്രമിച്ചു നോക്കൂ. അവിടെ നിസ്കരിക്കുന്നതിന്റെ തൊട്ടടുത്ത്, മുസ്ലിം നിസ്കരിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു അയ്യപ്പന്റെ ഫോട്ടോ സമ്മതിക്കുമോ? എങ്കിലും നമുക്ക് സമ്മതിക്കാം. അങ്ങനെ അവർ ചെയ്യാണ്. കിബിലയ്ക്ക് മുന്നിടുന്ന ആ സ്ഥാനത്തുണ്ടോ, ആ സ്ഥാനത്ത് ഒരു അയ്യപ്പന്റെ ഫോട്ടോ വെച്ചാൽ ഞാൻ അംഗീകരിച്ചു കൊടുക്കാം. അപ്പൊ ലഹളയുണ്ടാവും. അങ്ങനെ അയ്യപ്പന്റെ ഫോട്ടോ അവിടെ കൊണ്ടുവച്ചു നോക്കൂ, ലഹളയുണ്ടാവും. അത് വേറെ രീതിയിൽ നാളെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ലഹള കൂടി നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും യോജിച്ച് പോവില്ല എന്നറിഞ്ഞുകൊണ്ട് രണ്ടായിട്ട് നിലനിന്നോട്ടെ. അവിടെ മുസ്ലിങ്ങൾ കയറിക്കോട്ടെ. അയ്യപ്പനെ കാണാൻ വന്നോട് പറയണം, നിങ്ങൾ പോകുന്നത് അദ്വൈത, നിങ്ങൾ 18 പടിയും ചവിട്ടി കയറി ചെന്നാൽ മേലെ കാണുന്നത് തത്വമസി എന്നുള്ള ഒരു ബോർഡാണ്. നിങ്ങളാണ് ദൈവം, ദൈവം നിങ്ങളും രണ്ടല്ല. ആ ബോധം ഉണ്ടാക്കിയിട്ട് വേണം ശബരിമല. അത് നിസ്സാരമായിട്ട് പറ്റും എന്നുള്ള എന്റെ വിശ്വാസം. കാരണം വെച്ചാല് ഈ ഓരോ ശബരിമലയ്ക്ക് വരുന്ന ഈ അയ്യപ്പനെ കൊണ്ടുവരുന്നത് ഒരു ഗുരുസ്വാമിയാണ്. കേരളത്തിലെ ഗുരുസ്വാമിമാരെ മൊത്തം ഒന്ന് ബോധവൽക്കരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുന്നുള്ളതാണ് എന്റെ കണക്കൂട്ടൽ. ഗുരുസ്വാമിമാര് ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാൽ ഈ രണ്ട് ധാരയും ഒരുമിച്ച് പോവില്ല. നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ അവിടെ അള്ളാഹുവിന് കാര്യമില്ല എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ക്ലീൻ ആയിട്ട് വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ ഇത് മാറ്റാൻ കഴിയും. ബാബുരന്റെ ഒരു ക്ഷേത്രം കൂടി വരികയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും വലിയ കാലമൊന്നും വേണ്ട, ഒരു 10 വർഷം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. രാമസിംഹൻജി, നമ്മൾക്കറിയാം ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു തീരാവേദനയ്ക്ക് നമ്മളെല്ലാവരും പരിഹാരം കണ്ട് ആ ഒരു അഭിമാന മുഹൂർത്തത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇപ്പോൾ മറ്റൊരു ആറ്റം ബോംബ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ആറ്റം ബോംബ് അതല്ലെങ്കിൽ ഡെമോക്രസിന്റെ തലയിൽ തൂങ്ങി നിൽക്കുന്ന ആ ഒരു വാള് എത്രത്തോളം അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കായിരിക്കും ഇനി വരുന്ന നാളുകളിൽ പോവുക എന്നത്, ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേ എന്നുള്ള രീതിയിൽ ഈ ഹിന്ദു അതല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തോട് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാനാവുക? പ്രത്യേകിച്ച് അങ്ങേക്ക് അറിയുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടി ആവുമ്പോൾ ഇവരുടെ ആ ഒരു ആക്രമണോത്സുകത ഏത് രീതിയിലേക്കൊക്കെ പോകുമെന്നുള്ളതും ഏത് അറ്റം വരെ പോകുമെന്നുള്ളതും അറിയുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? ഇതില് നമ്മള് ബാബരി പള്ളി എന്ന് പറഞ്ഞാൽ ബാബര് പള്ളിക്കകത്ത് ഇപ്പോഴും അയ്യപ്പന്മാർ കേട്ടില്ല. പലർക്കും അറിയില്ല. അതിന് ചുറ്റിപ്പോയാലും സംഭവിക്കുള്ളൂ. അകത്തേക്ക് പുറത്തേക്ക് തള്ളും. അയ്യപ്പന്മാർക്കൊന്നും പള്ളിക്കകത്തേക്ക് പ്രവേശനം ഇല്ല. ഈ പള്ളിക്ക് പുറത്തുകൂടെ പോയി കാശിട്ടിട്ട് പൊക്കോണം. അതല്ലാതെ ആ പള്ളിയിലേക്ക് യാതൊരു പ്രവേശനമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെന്തോ ഞാൻ അങ്ങോട്ട് കയറ്റത്തിൽ പോലും ഇല്ല, അവൾ തള്ളി മാറ്റുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ ഇതിന്റെ ഒരു ഇപ്പൊ നമുക്ക് ഗുരുവായൂർ എടുക്കുക. ഗുരുവായൂർ ഇപ്പൊ ആരാണ് കാശുണ്ടാക്കുന്നത്? ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള എത്രയോ നല്ല ചിത്രകാരികള് നല്ല കൃഷ്ണനെ വരയ്ക്കുന്നുണ്ട്, ആർക്കും വേണ്ട. ജസ്ന സലീം വന്നപ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു ആഘോഷം നടന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹിന്ദുവിന്റെ ഈ ഗുരുവായൂരപ്പന്റെ കൃഷ്ണന്റെ ചിത്രം ഞാൻ ധാരാളം കുട്ടികൾ വരയ്ക്കുന്നത് കണ്ടു. ആർക്കും നമ്മൾ 10 രൂപ കൊടുത്ത് അത് വാങ്ങിയിട്ടില്ല. ഈ ജസ്ന സലീമിനെ ആരാണ് പൊക്കിയെടുത്തത്? ഹിന്ദുവിന്റെ പരാജയം അവിടെയാണ്.
ഇപ്പൊ ഈ ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ ഗുരുവായൂർ അപ്പനെ കൊണ്ട് പണം ഉണ്ടാക്കുന്നത് മുഴുവനും മുസ്ലിംസാണ്. സംശയിക്കൊന്നും വേണ്ട. അവിടെ ഹിന്ദുസിന് അവിടെ കാര്യമായിട്ടില്ല. അപ്പൊ ഹിന്ദുവിന് ഈ പണം ഉണ്ടാക്കാൻ അറിയില്ല, പണം ചെലവഴിക്കാനേ അറിയില്ല. വിറ്റാണെങ്കിൽ ചെലവഴിക്കും. വൈശ്യ സ്വഭാവമല്ല ഹിന്ദുവിന്. ഈ വൈശ്യ സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഹിന്ദു ഗതി പിടിക്കാത്തത്. അത് വേറെ കാര്യം. ഈ അയ്യപ്പന്റെ ഇപ്പൊ ഞാനൊക്കെ ചെല്ലുമ്പോ അന്ന് ഈ നമ്മുടെ സന്നദ്ധ സംഘടനകളാണ് ഈ ശബരിമലയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, സഹായിച്ചുകൊണ്ടിരുന്നൊക്കെ. ഇന്ന് അതിന് സമ്മതിക്കുന്നില്ല സർക്കാർ. നമ്മൾ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാന്ന് പറയുന്നത് സർക്കാർ സമ്മതിക്കുന്നില്ല. അതേ സമയത്ത് ഹജ്ജിന് പോകുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹജ്ജിന്റെ യാത്രികർ പോകുമ്പോ ഈ മന്ത്രിസഭ മൊത്തം പോയിട്ട് അസ്സലാമലൈക്കും വിളിച്ച് അവരെ കൊണ്ടുപോയി AC റൂമിൽ ഇരുത്തി കൈമുത്തി എന്താണ് മറ്റേ വെഞ്ചാമരം വീശിയിലാണ് ഹജ്ജിനെ അയക്കുന്നത്. ആദ്യത്തെ ബാച്ചിൽ പോകുമ്പോ ഹജ്ജികൾക്ക് വിശ്രമിക്കാനുള്ള ഇടങ്ങളൊക്കെ നിങ്ങൾ ചെന്ന് നോക്കൂ. എന്താണ് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള വലിയ ഹാളുകൾ ചെന്ന്. ശബരിമലയിൽ ഞാൻ കഷ്ടപ്പെടുന്ന ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോ ഒന്ന് കക്കൂസ് പോകാൻ വേണ്ടി 20 രൂപ അന്ന് കൊടുത്തിട്ടുണ്ട്. 2003 ആദ്യമായിട്ട് ഞാൻ പോകുമ്പോ കൊള്ളയടിക്കണം. അവിടെ അയ്യപ്പന്മാരെ കൊള്ളയടിച്ചിട്ട് പോലും ഒരാളും അനങ്ങിയിട്ടില്ല. ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ആഹാരത്തിന് തുറന്നു വെച്ച ആഹാരം കണ്ട അതിന് ചോദിക്കുകയും തല്ലാനാവുന്നത്. പിന്നെ ശബരിമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്കറിയാവുന്ന കാര്യമാണ്, അവിടെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണ്ട. യാതൊരുവിധ GST ഇല്ല, ഒരു സംഗതി ഇല്ല. ഇത് ശബരിമല കച്ചവടം ചെയ്തിട്ട് 1 കോടി കിട്ടി. അതിനാരാണ് നടക്കുന്നത്? അപ്പൊ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ ഏറ്റവും വലിയ മാർഗം എന്താണ്? ശബരിമല 2 ഷോപ്പ് എടുത്തിട്ടാൽ മതി. ഒരു കോഴ്സ് ശബരിമല കച്ചവടം. അതുപോലും അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു അംശം പോലും ഹിന്ദുവിന് തിരിച്ചു കിട്ടുന്നില്ല. ഈ പറയുന്ന കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന അയ്യപ്പന്മാര് ഒരു വർഷത്തെ അവിടെയുള്ള ഒരു സ്വഭാവം പറഞ്ഞാൽ ഒരു തമിഴന്റെ ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ അതിലൊരു പാർട്ട്ണർഷിപ്പാണ് അയ്യപ്പന് കൊടുക്കുന്നത്. മാസാമാസം കിട്ടുന്നതിന്റെ ഒരു വിഹിതം നേരെ അയ്യപ്പന്റെ പെട്ടിയിലേക്ക് ഇടുന്നത്. അത് ഈ മണ്ഡലകാലത്ത് ചുരുട്ടിക്കെട്ടി നേരെ കൊണ്ടുപോയിട്ട് കുണ്ടിയെ തള്ളുക ചെയ്യുന്നത്. അവിടെ ഈ പറയുന്ന ഹിന്ദു ക്ഷേത്രത്തിന് എന്ത് വിലയുണ്ട്? അതെന്താ പൊന്താത്തത്? അവിടെ എന്താ സൗകര്യം ഉണ്ടാവാത്തത്? നേരെ മറിച്ച് ഇപ്പുറത്ത് ബാബരി പള്ളി എങ്ങനെയാണ് പൊന്തുന്നത്? അവിടെ എങ്ങനെയാണ് മോഡിഫിക്കേഷൻ നടക്കുന്നത്? രണ്ടും കാണണം നമ്മള്. അപ്പൊ ഈ ബാബർ എന്നുള്ള പേര് ബാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയിക്കുന്നു വേണ്ട. ബാബരാക്കിയതാണ്. ആ ബാബറുടെ ഓർമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ ബാബർ ആകൂട്ടോ. അതെങ്ങനെയാണ് ഇവരിങ്ങനെ പതുക്കെ വന്ന് ഇത് അയ്യപ്പൻ ബാബറുടെ അസിസ്റ്റന്റ് ആവാൻ കുറച്ചു കാലം കൂടി ഉള്ളൂ. കാരണം ഇവരങ്ങനെയാണ്. ഇവര് ഈ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതില് ഹിന്ദുക്കളെക്കാളും മിടുക്കന്മാരാണ്. ഇപ്പൊ തന്നെ നമ്മൾ തുറന്നു നോക്കൂ, ചരിത്രത്തില് ഇപ്പൊ ഞാൻ ഇത് നോക്കി, നമ്മുടെ വെബ്സൈറ്റ് അടിച്ചു നോക്കിയപ്പോ ബാബർ തോറ്റിട്ടില്ല. ബാബറുടെ ശക്തിക്ക് മുമ്പിൽ അയ്യപ്പൻ പകച്ചു പോയി. അങ്ങനെ അയ്യപ്പൻ തോട് കൈയിട്ടുന്നതായി കഥ ഇപ്പൊ അങ്ങെത്തി. ഏത് നേരത്തെ കഥയൊക്കെ മാറി. നേരത്തെ കഥ മറ്റേ ബാബർ കീഴടങ്ങി അയ്യപ്പന് കീഴടങ്ങി എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ അത് മാറിയിരിക്കുന്നു. ഞാൻ ഇന്നത്തെ വെറുതെ സെർച്ച് ചെയ്ത് നോക്കുമ്പോ ആ കഥ മാറിയിട്ട് ഈ ബാബറുടെ ശക്തിക്ക് മുമ്പിൽ അയ്യപ്പൻ അന്നം വിട്ട് നിന്നു എന്നുള്ളതാണ്. പിന്നീട് ബാബർക്ക് മനസ്സിലായി ഈ അയ്യപ്പനും കുഴപ്പമില്ലാത്ത ആളാണ് എന്ന് കണ്ടപ്പോ എന്നാ പിന്നെ കൈ കൊടുത്തു, അവർ ഒരുമിച്ചു എന്നാണ് ഇപ്പോഴത്തെ കഥ. കുറച്ചു കഴിഞ്ഞാൽ എന്തറിയോ, ഈ അറബ് എന്ന് കിടന്ന അള്ളാന്റെ ബാബന്റെ മുമ്പില് അയ്യപ്പന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അയ്യപ്പ സാഷ്ടാംഗം വീണു. അപ്പൊ ബാബര് പറഞ്ഞു, നീ മലയുടെ മുകളിൽ നിന്നോ, ഞാൻ മലയുടെ താഴെ നിന്നു. അടുത്ത ചരിത്രം വരാൻ പോകുന്നത് എങ്ങനെയാ? നമ്മുടെ വാര്യമുന്നന്റെ ചരിത്രം എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാലോ. നിലമ്പൂരിന്റെ ചരിത്രം ഇങ്ങനെ ചരിത്രം മാറ്റി നമ്മൾ സമീപ ഭാവിയിൽ വരുമ്പോ അയ്യപ്പൻ സെക്കൻഡ്, ഫസ്റ്റ് ബാബരാവും. അത് തന്നെയാണ് എല്ലാ കാലം ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഈ അവിടേക്ക് ഈ പറയുന്ന എല്ലാ സമ്പത്തും അങ്ങോട്ട് കൊഴിഞ്ഞുകൂടുകയും
അവർക്കത് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ശബരിമല ദേവസ്വത്തിന് കീഴിൽ എന്നാൽ ആ അയ്യപ്പനെ വെച്ചിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. അത് ദേവസ്വത്തിന് കണ്ണുമില്ല, അവിടെ തിരിഞ്ഞു നോക്കൂല. സർക്കാരിന് അതിന്റെ കണക്ക് അറിയണ്ട. അവിടെ വരുന്ന ഇൻകം ആരാണ്, അത് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, ആർക്കും അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് പതിയെ ഞാൻ പറയും, കൂടുതലും ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ കുറച്ചു കാലം കഴിയുമ്പോൾ അയ്യപ്പൻ അസിസ്റ്റന്റും ബാബര് ബോസുവോ. ലോകത്തെ എല്ലായിടത്തും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ ഈ ഇസ്ലാമിക ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമ്മള് ലോക സമസ്ത ശിബിരവാദം കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സൗദി അറേബ്യയിൽ ഉണ്ടായ 300 പേര് 400 പേരിൽ തുടങ്ങിയ ആ മതം വികസിച്ചത് അതിന്റെ ആത്മാവ് കൊണ്ടോ അതിന്റെ ശുദ്ധി കൊണ്ടോ അല്ല, വാളിന്റെ കരുത്ത് കൊണ്ടാണ്. അത് എല്ലാ ഹൈന്ദവരും ഓർത്താൽ തന്നു. ലോകം കീഴട ഇന്ന് ഹമാസ്, ഇന്ന് ഈ ഇസ്രായേൽ കഷ്ടപ്പെടുന്നത് ഇവരുടെ ആയുധങ്ങൾക്ക് മുമ്പിലാണ്, ആശയത്തിന് മുമ്പിലല്ല. അങ്ങനെ ആയുധം കൊണ്ട് കീഴടക്കിയ, ലോകം കീഴടക്കിയ ഒരു മതമാണ് ഇസ്ലാം മതം. അത് സൂക്ഷിക്കുക തന്നെ വേണം. ആ മതത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. ആ മതത്തിന് ആര് ചോദിച്ചാലും പറയും അത് ചെറിയ ന്യൂനപക്ഷമേ ഉള്ളൂ ഈ എന്താണ് ഈ തീവ്രവാദികളായിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം സമാധാന പ്രിയരാണ്. പക്ഷെ ഈ ചെറു ന്യൂനപക്ഷത്തിന് ബഹുഭൂരിപക്ഷം കീഴടങ്ങുന്ന ഒരൊറ്റ മതമേ ഉള്ളൂ, അത് ഇസ്ലാം മതം. 10 പേര് മെഷീൻ ഗൺ എടുത്തു കഴിഞ്ഞാൽ ആ 10 പേരുടെ കൂടെ ബാക്കിയുള്ളവർ വടിയെടുത്തിറങ്ങും. കലാപമൊന്നും ഉണ്ടാകും. നമ്മൾ അടുത്ത ആലോചിച്ചു, നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നില്ലേ ആ രാഷ്ട്രത്തിന് ഇങ്ങനെ സംഭവിച്ചത്? ഹിന്ദു കുട്ടികൾ അടക്കം കൂടി ഒരു സമരത്തിന് ഇറങ്ങി. ആ സമരം വിജയിപ്പിച്ചു കഴിഞ്ഞ് അടുത്ത നിമിഷം കാണുന്നതാണ് സമരത്തിന്റെ മുമ്പിൽ നിന്ന ഹിന്ദു കുട്ടി ജീവന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ സൗഹൃദത്തിന് ഒരു വിലയിട്ടായിരുന്നില്ല. ഞാൻ നിന്റെ മുന്നിൽ കൂടെ സമരം ചെയ്തതല്ലേ, നമ്മൾ ഒരുമിച്ചല്ലേ സമരം ചെയ്തത്. അത് ഞങ്ങൾക്ക് അധികാരം കിട്ടുന്നവര്, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾക്ക് വേണ്ട, നിന്റെ വിഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. ഇത് ലോകത്തെ എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളതാണ്. ഇന്ന് യൂറോപ്പ് കഷ്ടപ്പെടുകയാണ്, ലണ്ടൻ കഷ്ടപ്പെടുകയാണ്. എവിടെയാണ് മനസമാധാനം ഉള്ളത് മനുഷ്യർക്ക് ഈ മതം കൊണ്ട്? കാരണം ആ മതത്തിന്റെ ആശയം, ആ മതത്തിന്റെ ഗ്രന്ഥം, ആ മതത്തിന്റെ തീവ്രമായ നിലപാടുകൾ അത് മനസ്സിലാക്കണം. ആ തീവ്രമായ നിലപാടുകളോടുകൂടി സന്ധി ചെയ്ത് എത്ര കാലം ഹിന്ദുവിന് പോകാൻ പറ്റും? ഏതു നിമിഷവും പൊട്ടാവുന്ന ഒരു ബോംബാണ്. ഞാനിത് പറയുമ്പോ നാളെ എല്ലാവരും ഞാനത് ഇത് ഭയപ്പെടേണ്ടത് കാര്യം തന്നെയാണ്. നാളെ ശബരിമല രണ്ടാമതാകും, ശാസ്താവ് രണ്ടാമതാകും, ബാബര് ഒന്നാമതാകും. ഈ ലോകത്തുണ്ടായിട്ടുള്ള ചരിത്രം അതാണ്. ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെയാണ് എന്നുള്ളത് കൊണ്ട് ഞാനിത് പറയുന്നതുകൊണ്ട് ആർക്കെങ്കിലും വിരോധം തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഞാനിങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ്. അപ്പൊ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചാൽ, ഹൈന്ദവ സമൂഹം സൂക്ഷിച്ചാൽ ആ വിശ്വാസം അവിടെ നിലനിൽക്കും, ശാസ്താവ് നിലനിൽക്കും. അപ്പൊ ശാസ്താവിന് വേണ്ടി ജീവിക്കുക, അയ്യപ്പന്മാരാവുക, യഥാർത്ഥ അയ്യപ്പന്മാരായിട്ട് ആ അയ്യപ്പന്റെ മനസ്സോടുകൂടി അവിടെ പോവുക, അയ്യപ്പനെ വണങ്ങുക, അയ്യപ്പന്റെ പൂങ്കാവനം പുനഃസൃഷ്ടിച്ചെടുക്കുക. വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ ഹൈന്ദവന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ശരിക്കും പറയുന്നത് ഏകദൈവം, അവരെക്കാളും വലിയ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന, പക്ഷെ നമുക്ക് എല്ലാത്തിലും ദൈവത്തെ കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് ഏത് തൂണിലും തുരുമ്പിലും ഈ പറയുന്ന അബ്രഹിമാനിലും ബാബരിലും ഒക്കെ നമുക്ക് കാണാം, പക്ഷെ അവർക്കത് കാണാൻ പറ്റില്ല. ആ ഒരു വ്യത്യാസം ഉണ്ടാവണം. ഈ ക്ഷേത്രത്തിനെ ആക്രമിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ എയർപോർട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അവിടെ ടൂറിസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം വന്നു കഴിയുമ്പോൾ അവസാനം ഇതിന്റെ തള്ളലിൽ ഈ പറയുന്ന ഭക്തി, അതിന്റെ ആ ഭക്തി രസം അതങ്ങ് നഷ്ടപ്പെടും. ഇപ്പൊ എനിക്ക് ശബരിമല പോകാൻ തോന്നാറില്ല. കാരണം ഇതൊക്കെ കണ്ട് നമുക്കൊരു മടുപ്പ് തോന്നും. ഇപ്പൊ ഭാര്യ പറയുന്നുണ്ട്, ഇപ്പൊ അവർക്ക് പോകാറായല്ലോ, പോണം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ പോകാന്ന് ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നു പോകുന്നത്. അത് എല്ലാവരും ഉണ്ട്. നിരന്തരമായി പോയിക്കൊണ്ടിരുന്ന 20-25 വർഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ചെറിയ മടി തുടങ്ങി. സാറേ എന്തിനാണ് നമ്മൾ ഈ വെള്ളം കൊണ്ട് കൊടുക്കുന്നത് എന്നൊരവസ്ഥയിലേക്ക് ഹിന്ദു മാറും. അങ്ങനെ ഹിന്ദു മാറുമ്പോൾ അവിടെ ശക്തി ക്ഷയിക്കും. അത് ക്ഷയിക്കാതിരിക്കണമെങ്കിൽ ഈ ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അയ്യപ്പ സങ്കല്പം,
41 ദിവസം കൊണ്ട് അയ്യപ്പനാവുന്ന സങ്കല്പം നിലനിൽക്കണം. അത് നിലനിൽക്കാതെ പോയാൽ കേരളത്തിൽ ഇന്ന് ഹിന്ദു ഒരുമിച്ച് നിൽക്കുന്ന ഒരൊറ്റ വിശ്വാസ പ്രമാണമേ ഉള്ളൂ, അത് അയ്യപ്പനാണ്. അതും കൂടി ഇല്ലാതായാൽ കേരളത്തിലെ ഹിന്ദുവിന് യാതൊരുവിധ അടിസ്ഥാനവും ഉണ്ടാവില്ല.